Hello, welcome to Anoop Tube. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് API എന്താണെന്നും അതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരു API ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് API നോക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ടൊരു API നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് API ആൻഡ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോക്കുള്ള അതായത് API നമ്മൾ ഡെവലപ്പ് ചെയ്യാണല്ലോ, അപ്പോൾ ആ API ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ഒരു API എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജനറലി നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്. API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സം സെറ്റ് ഓഫ് പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം വേണമല്ലോ. ഓക്കെ, അതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിംപിളി പറയുന്ന ഒരു ഇൻ്റർഫേസിനെ നമ്മൾ പറയുന്ന പേരാണ് API എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സം സെറ്റ് ഓഫ് പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ സം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് എല്ലാവരും പാലിക്കേണ്ടി വരും. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എഴുതുന്ന ആൾക്കാർ നമ്മൾ പാലിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിലോട്ട് എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അതിന് എങ്ങനെയാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണത് ഓക്കെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും നമ്മളൊരു API എഴുതുകയാണെങ്കിൽ മിനിമം 4 കാര്യങ്ങൾ നമ്മൾ അതിൽ എൻഷുർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു APIക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ അഡ്രസ്സിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതേപോലെ തന്നെ APIനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പറയുക URL എന്ന് പറയും. ഓക്കെ, അതിനാണ് ആ URL വെച്ചിട്ടായിരിക്കും നമ്മൾ ആ APIനെ ആക്സസ് ചെയ്യുക. ആ URL വെച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ API എന്തായിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് HTTP മെത്തേഡ്സ് ആണ്. അപ്പോൾ HTTP മെത്തേഡ്സ് പറയുന്നത് സം സെറ്റ് ഓഫ് ഫങ്ഷണാലിറ്റീസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഗെറ്റ്, പോസ്റ്റ്, പിന്നെ ഡിലീറ്റ് എന്ന് പറയുന്ന കുറച്ച് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതിൽ ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ബേസിക്കലി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഗെറ്റർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാറ്റ അതിൽ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് സെർവറിൽ നമുക്ക് എന്തെങ്കിലും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ള ഡിലീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിലീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക്കലി ഒരു ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സം സെറ്റ് ഓഫ് പ്രോട്ടോകോൾ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഡിലീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടാതെ നമുക്കുള്ളതാണ് പുട്ട് ആൻഡ് പാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് പുട്ട് ആൻഡ് പാച്ച് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതാണ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സംഭവം. റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു APIയിലോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുക, അത് ഏത് ഫോർമാറ്റിലാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ റിക്വസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് 2 ടൈപ്പിൽ റിക്വസ്റ്റ് ചെയ്യാം. ഒന്നിൽ JSON അല്ലെങ്കിൽ XML, പിന്നെ വേറെ ഏതെങ്കിലും ഫോർമാറ്റ് നമുക്ക് സ്പെസിഫിക്കലി വേണമെങ്കിൽ ആ ടൈപ്പ് ഫോർമാറ്റിൽ നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫോർമാറ്റാണ്, ഒന്ന് JSON പിന്നുള്ളതാണ് XML. ഓക്കെ, പിന്നുള്ളത് ടൈപ്പാണെന്ന് പറയുന്നത് റെസ്പോൺസ് എന്ന് പറയും. ഓക്കെ, റെസ്പോൺസ് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ നമുക്ക് കിട്ടുമല്ലോ, റെസ്പോൺസ് ആയിട്ട് നമുക്കൊരു സംഭവം കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, അത് ഏത് ടൈപ്പിലായിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അതും ബേസിക്കലി നമ്മൾ 2 ടൈപ്പാണ് യൂസ് ചെയ്യുക, ഒന്ന് XMLും ഒന്ന് JSON ടൈപ്പും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് JSON ടൈപ്പാണ് നമ്മളൊക്കെ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് API കൊണ്ട് ഉദ്ദേശിക്കുന്നത്. API നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ APIയുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് API വർക്ക് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിന് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മളൊരു ഡെവലപ്പറാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു യൂസ് കേസ് നമുക്ക് ആലോചിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഇ-കോമേഴ്സിൻ്റെ ഒരു ഡെവലപ്പറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇ-കോമേഴ്സിൻ്റെ കമ്പനിക്ക് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഉള്ള ഒരു ഫ്രണ്ട് എൻഡ് സൈഡുള്ള വർക്കാണ്. ഫ്രണ്ട് എൻഡ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ലിസ്റ്റ് ചെയ്യലും നമുക്കതിനെ യൂസറായിട്ട് ഇൻട്രാക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഡാറ്റ ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഡാറ്റാബേസിലായിരിക്കും. ഓക്കെ, ഒരു ഡാറ്റാബേസിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ഡാറ്റാബേസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്കത് ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കാം. നമ്മുടെ ഒരു കമ്പനിയുടെ ഡാറ്റാബേസ്, ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാം പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആളല്ലേ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ
അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സിംപ്ലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ഇ-കൊമേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും നമുക്ക് പ്രൊഡക്ട്സ് കാണിക്കേണ്ടി വരില്ലേ. ഓക്കെ, അപ്പോൾ പ്രൊഡക്ട്സ് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ട്സിനെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്പേഴ്സിനെല്ലാം ഈ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു 10-25 ഡെവലപ്പേഴ്സ് ഉണ്ട് വിചാരിക്കാം. അപ്പോൾ ഒരിക്കൽ എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റാബേസ് ആക്സസ് കൊടുക്കണം. അതായത് ഓരോരുത്തരും ചിലപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാവർക്കും എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്രെഡൻഷ്യൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിയർഡായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അതിനെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടൊരു ഗേറ്റ് വേ ഉണ്ടാക്കി. ഓക്കെ, കോമൺ ആയിട്ട് ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വേ ഉണ്ടാക്കും. ആ ഗേറ്റ് വേ വഴിയായിരിക്കും നമ്മൾ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിളി ഫസ്റ്റ് ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, ഈ കോമൺ ഗേറ്റ് വേനെ ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഗേറ്റ് വേ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഒരു കോമൺ ഗേറ്റ് വേ ഉണ്ടായിരിക്കും. ഈ കോമൺ ഗേറ്റ് വേയിലായിരിക്കും നമ്മുടെ ഡെവലപ്പർ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യുന്നുണ്ടാവുക. ഈ കോമൺ ഗേറ്റ് വേ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഡാറ്റാബേസിനോട് ആക്സസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാബേസിൽ നിന്ന് ആ കോമൺ ഗേറ്റ് വേ എടുക്കും, എന്നിട്ട് സോഫ്റ്റ്വെയർ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഒരു കോമൺ ആയിട്ടൊരു ആക്സസ് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് സിംപിളി, കോമൺ ഗേറ്റ് വേനെ നമ്മൾ പറയുന്ന പേരാണ് സിംപിളി API എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ കുറച്ച് പ്രൊഡക്ട്സിനെ ഷോക്കേസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണ്ട ഒരു ഡാറ്റ വേണമെന്ന് പറയും. അപ്പോൾ അതിനുള്ള ഒരു API, അതിനുള്ള ഒരു ഇൻ്റർഫേസ് നമ്മൾ ഓൾറെഡി APIയുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡെവലപ്പർ എന്ത് ചെയ്യും, അതിനെ കോൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി APIക്ക് അറിയാം. അപ്പോൾ API എന്ത് ചെയ്യും, ആ ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ കുറച്ച് ഡാറ്റ എടുത്തിട്ട് API എടുക്കും. എന്നിട്ട് ആ ഡാറ്റ എന്ത് ചെയ്യും, ബേസിക്കലി നമ്മുടെ സോഫ്റ്റ്വെയറിന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു API വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സിമ്പിളായിട്ട് ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ആക്സസ് ചെയ്യുന്ന ഒരു കോമൺ ഒരു ഇൻ്റർഫേസ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ API ഉണ്ടാക്കുന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിംപിളി ഒരു URL വെച്ച് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റ കിട്ടും. എന്നിട്ട് ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്താൽ മതി. അതല്ലാതെ ബാക്ക് എൻഡിൽ ഏത് ടെക്നോളജി വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഏത് ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്യുന്നത് നമുക്കറിയണ്ട. സിംപിളി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ URL എടുക്കുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് നമുക്കൊരു URL അവർ തരും. അതായത് നമ്മുടെ ഏതാണോ API അവർ തരും, അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ API യൂസ് ചെയ്തിട്ട് ആ APIയുടെ URL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡാറ്റ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ API എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ-കൊമേഴ്സ് API ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, നമുക്ക് നമ്മുടെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഷോക്കേസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാ പ്രൊഡക്ട്സിനെയും ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതായത് ഞാൻ ഇവിടുന്ന് പറയുകയാണ് എനിക്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുകയാണെങ്കിൽ API എന്ത് ചെയ്യണം, എനിക്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ JSON ആയാലോ XML ആയിട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എനിക്കൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ ഷോ ചെയ്തതിന് ശേഷം ഞാൻ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്ട്സിൻ്റെ മാത്രമായിട്ട് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ID വഴി കിട്ടണം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ID കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. അതായത് ഗെറ്റ് വൺ പ്രൊഡക്റ്റ് ബൈ ID എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗെറ്റ് വൺ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ബൈ ID എന്ന് മനസ്സിലും കൊടുക്കാം. ഓക്കെ, അതെന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു 10 പ്രൊഡക്ട്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടി, അതിലത്തെ 10ാമത്തെ പ്രൊഡക്ട്സിൻ്റെയാണ് എനിക്ക് ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പെസിഫിക്കലി ഒരു URL-ലോട്ട് APIയുടെ ഒരു എൻ പോയിന്റ് ഉണ്ടായിരിക്കും, എൻ പോയിന്റിലോട്ട് സ്പെസിഫിക്കലി ഒരു പ്രൊഡക്റ്റ് ID കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, API നമുക്ക് തരണം. ഓക്കെ, അതായിരിക്കണം നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യാനും, ഓക്കെ, നമുക്കതിന് പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു മൊബൈൽ ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ, മൊബൈൽ എന്ന് വെച്ച് നമ്മൾ കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കീവേഡ് ഉള്ള ടൈറ്റിലുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ പ്രൊഡക്റ്റിനെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റണം അല്ലേ.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിനെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാനുള്ളൊരു API ഞാൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റിനെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ യൂസേഴ്സിനെ നമ്മൾ ആലോചിക്കുന്നില്ല, പ്രൊഡക്റ്റിനെ മാത്രമേ ആലോചിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ID കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടിൽ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ, നമുക്ക് റിമൂവ് ചെയ്യണം വെച്ചാലോ, ആ ഒരു പ്രൊഡക്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിമൂവ് എ പ്രൊഡക്റ്റ് ഫ്രം കാർട്ട്. ഒരു കാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു സ്പെസിഫിക്കലി ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഒരു കാർട്ടിൽ ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ 1 പ്രൊഡക്റ്റ് ബൈ ഓരോ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഓർഡർ ചെയ്യുന്ന പോലെ പോയി, അത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സിംഗിൾ പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്ന പോലെ നമുക്ക് കിട്ടണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഓർഡേഡ് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടണം. ഒരു 10 പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത പ്രൊഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈച്ചാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിംവർക്ക് ആയിരിക്കും നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പൈച്ചാം തുറക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈച്ചാം എടുത്തു. അതിനുശേഷം ഞാൻ എന്ത് വെച്ചാൽ ന്യൂ പ്രോജക്റ്റ് എടുത്തു. പൈച്ചാം പ്രോജക്ട്സിനകത്ത് ഞാൻ പേര് കൊടുക്കുന്നത് API എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുത്തു. API എന്നാണ് ഞാൻ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ഞാൻ ഉണ്ടാക്കി, ഗിറ്റ് റിപ്പോസിറ്ററി ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ പൈച്ചാം. ഓക്കെ, ഓൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം വിർച്വൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വിർച്വൽ ENV ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക, പ്രൊജക്ട്സ് എടുക്കുക, അതിൽ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വിർച്വൽ എൻവയോൺമെൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൈത്തൺ വിർച്വൽ എൻവയോൺമെൻ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു മൊഡ്യൂൾ നമ്മൾ ആഡ് ചെയ്യണം, ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ സംഭവം ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലോസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി ഇതിലോട്ട് ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാസ്ക് വെച്ചിട്ടായിരിക്കും ബേസിക്കലി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് API നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു ഫ്ലാസ്ക് വെച്ചിട്ട് നമുക്കൊരു API ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രം ഫ്ലാസ്ക്. ഓക്കെ, ഇമ്പോർട്ട് ഫ്ലാസ്ക്. ഓക്കെ, ഇമ്പോർട്ട് ഫ്ലാസ്ക് എന്ന് എഴുതുക. അതിനുശേഷം സിംപ്ലി അവിടെ നിർത്താം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഫസ്റ്റ് നമ്മൾ ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആപ്പ് ഉണ്ടാക്കും. അപ്പോൾ ക്രിയേറ്റ് ആപ്പ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആപ്പ് റൺ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഈക്വൽ ടു ഫ്ലാസ്ക് നമ്മൾ കോൾ ചെയ്യാം. അപ്പോൾ അതിലോട്ട് നമ്മളൊരു ആപ്പിനെ നമ്മൾ പാസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് API ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ കൊടുത്തു, സിമ്പിളി അത്ര കൊടുത്താൽ മതി. നമുക്ക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ആപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കണം കേട്ടോ. മെയിൻ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, മെയിൻ എഴുതിയതിന് ശേഷം മെയിൻ ഫംഗ്ഷനിൽ app.run എന്ന് വിളിക്കുക. ഓക്കെ, app.runനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിന് ഡീബഗിങ് സ്റ്റേറ്റ് ട്രൂ ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെച്ചാൽ അത് കാണിച്ചു തരും. സ്പെസിഫിക്കലി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെച്ചാൽ അത് കാണിച്ചു തരും. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ സിംപ്ലി നമ്മുടെ വെബ്സൈറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് സെറ്റപ്പ് നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് പരിപാടി നമ്മൾ കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ട്സ് നമുക്ക് എന്തായാലും E-commerce സൈറ്റിൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ആ പ്രൊഡക്ട്സിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെയുള്ള രീതിയിലൊരു മോഡൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മോഡൽ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് കൺസ്ട്രക്ടർ എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലാസ്, എങ്ങനെയാണ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക, എന്താണ് അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്ത് സെൽഫ് ഡോട്ട് നമുക്ക് പ്രൊഡക്റ്റിന് എന്തായാലും ഒരു ID ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഒരു ID ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിന് ID കൊടുക്കണം. അപ്പോൾ പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ നെയിം പാസ് ചെയ്തു. അതിനുശേഷം
പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പാസ് ചെയ്തു. എന്തായാലും പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് ഉണ്ടായിരിക്കുമല്ലോ. അതിനുശേഷം എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് പാസ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് സെൽഫ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അതിനുശേഷം സെൽഫ് ഓക്കെ ബേസിക്കലി നമുക്ക് എല്ലാം സിമ്പിളായിട്ട് നമ്മൾ പോവാണ്. ഓക്കെ ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക്കലി ഒരു ക്ലാസ് ഉണ്ടാക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത്രയും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കട്ടെ. എന്തെങ്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു ഡാറ്റാബേസ് ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡാറ്റാബേസിന് റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക്കലി ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അതായത് നമ്മൾ ഡാറ്റാബേസ് നമുക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഈ ഡാറ്റാബേസിനായിരിക്കും നമ്മൾ കുറി ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് നമുക്ക് ഒന്നില്ലെങ്കിൽ SQL ക്രിയേറ്റ് ചെയ്യാം, SQLite ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് മോങ്കോ DB ഏത് DBയിൽ മനസ്സിലായി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എല്ലാത്തിലും സെയിം സ്ട്രക്ചർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ആ ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഡാറ്റാബേസ് ഒന്നും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി ഒരു മെമ്മറി തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്കായുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ലിസ്റ്റ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതായത് എല്ലാ പ്രൊഡക്ട്സിനും നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ഓൾ പ്രൊഡക്ട്സ് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതായത് നമ്മളൊരു URL കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടുന്നാണ് URL നമുക്ക് കിട്ടുക? നമ്മുടെ APIയുടെ URL എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ URL വരിക കേട്ടോ. ഓക്കെ നമ്മുടെ ഫ്ലാസ്കിൻ്റെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന URL ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ URL അടിച്ചതിന് ശേഷം നമ്മൾ / ഇട്ടിട്ട് പ്രോഡക്ട്സ് എന്നങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. ഇത്ര 5 പ്രൊഡക്ട്സിന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഫ്ലാസ്കിൽ നമുക്ക് റൗട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കലി ഒരു ഫ്ലാസ്ക് റൺ ചെയ്യുന്ന URL നിന്ന് നമുക്കൊരു റൗട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റൂട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് അടിക്കുന്നത് app.route. ഓക്കെ app.route എന്ന് എഴുതി അതിനുശേഷം നമുക്ക് എന്തായാലും URL വരെയുള്ള നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഓക്കെ അതിന് ശേഷമുള്ള റൗട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്ട്സ് എന്ന് കൊടുക്കുക. ഓക്കെ പ്രോഡക്ട്സ് എന്ന് കൊടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം കോമട്ടിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ ടൈപ്പ് റിക്വസ്റ്റ് ഉള്ളത്? മെത്തേഡ് നമുക്ക് ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പിന്നെ പുട്ട് ഉണ്ട്, പിന്നെ ഉള്ളത് ഡിലീറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് മെത്തേഡ്സിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ മെത്തേഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ മെത്തേഡ്സ് ഈക്വൽ ടു ഗെറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. സിംഗിൾ കോട്ടിനകത്ത് ഗെറ്റ് ഇത് നമ്മുടെ ഇതിൻ്റെ സിൻടാക്സ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പഠിക്കണം. ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ബേസിക്കലി ഈ റൗട്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോൾ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ എഴുതണം. ഓക്കെ ഗെറ്റ് ഓൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി എഴുതി, പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിട്ടോ. ഓക്കെ എന്നിട്ട് സേവ് ചെയ്തു. ഇന്ന് വീണ്ടും റൺ ചെയ്യാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ URL വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ URL നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ URLനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൗട്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ടൂൾ കേട്ടോ. ഓക്കെ ആ പോസ്റ്റ്മാൻ എടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മാനിൽ നമ്മൾ സിമ്പിളി ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മളിവിടെ പ്ലസ് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു APIക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ മെത്തേഡ്സ് ഒക്കെ ഇവിടെ ഗെറ്റ്, പോസ്റ്റ് പറഞ്ഞ കുറേ മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് മെത്തേഡ് നമുക്കറിയാം. മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് ഇനി URL കൊടുക്കണം. അപ്പോൾ URL നമുക്കറിയാലോ ഈ സംഭവമാണ്. ഇതാണ് നമ്മുടെ URL വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാർ ഇട്ടിട്ട് പ്രൊഡക്ട്സ് എടുക്കണം. ഇതാണ് നമ്മുടെ റൗട്ട്സ് പറഞ്ഞ സാധനം. പ്രൊഡക്ട്സ് എഴുതി അതിനുശേഷം സിംപിളി സെൻഡ് അടിക്കുക. ഓക്കെ ഇതിന് സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരും നോക്കാം. ഓക്കെ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്കിവിടെ നമുക്ക് കോൾഡ് ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് എറർ വന്നത്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ആവുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ ഇഷ്യൂ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് കോൾ ചെയ്യപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം പ്രൊഡക്ട്സ് നമുക്കെല്ലാം കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു JSON ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വിളിച്ച സ്ഥലത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അപ്പോൾ വിളിച്ച സ്ഥലത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ അപ്പോൾ റിട്ടേൺ ചെയ്യണം എന്ത്, JSON സ്ട്രിങ് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ റിട്ടേൺ JSON സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പോൾ ഈ JSON സ്ട്രിങ്ങിൽ എന്താ ഉണ്ടാവേണ്ടത്, നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവേണ്ടത്. ഈ പ്രൊഡക്ട്സിനെ JSON ആക്കി മാറ്റാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഓക്കെ ഒരു പ്രൊഡക്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ JSONലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു സിമ്പിളായിട്ടൊരു ഹെൽപ്പർ ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഹെൽപ്പർ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മേലുണ്ടാക്കി. അപ്പോൾ സിമ്പിളി നമ്മൾ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ. ഓക്കെ JSON എന്ന് പറഞ്ഞാൽ സിമ്പിളി ഡിക്ഷണറി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ID എന്ന് പറഞ്ഞിട്ട് ഓക്കെ ID ശേഷം പ്രോഡക്റ്റ് ഡോട്ട് ID.
ഓക്കെ, അതിനുശേഷം കോമഡ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ സിംപ്ലി ഒരു ഡിക്ഷണറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. ഇപ്പോൾ ജേസൺ സ്ട്രിങ്ങിലോട്ട് എന്ത് ചെയ്യണം, ജേസൺ സ്ട്രിങ് എന്നോ അല്ലെങ്കിൽ ജേസൺ എന്നോ ഉദ്ദേശിക്കത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്രോഡക്ട്സിനും എടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ 4 പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 ലൂപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ ജേസൺ സ്ട്രിങ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, സിംപ്ലി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ജേസൺ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ലിസ്റ്റ് ആയിട്ട് പാസ് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഇൻ പ്രോഡക്റ്റ് എന്ന് കൊടുത്തു. ശേഷം നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. പ്രോഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് പ്രോഡക്റ്റ് ടു ജേസൺ ഓഫ് പ്രോഡക്റ്റ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, അപ്പൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യണം, ഈ സാധനത്തിന് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജേസൺ ആ ഫോർമാറ്റിലാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ജേസൺ ഫോർമാറ്റിലോട്ട് റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് JSON-ify എന്ന് പറഞ്ഞിട്ടൊരു, ഇപ്പോൾ ഫ്ലാസ്കിനകത്ത് തന്നെ JSON-ify എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, അതിന് യൂസ് ചെയ്യാം. അപ്പോൾ JSON-ify നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും യൂസ് ചെയ്തിട്ട്. അപ്പോൾ റിട്ടേൺ JSON-ify ഓഫ് നമ്മൾ ഏത് ടൈപ്പിലാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു JSON ടൈപ്പിലാണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഡക്ട്സ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കീ ആയിട്ട് കൊടുക്കുന്നത് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഒരു കോളൻ ഇട്ടു. കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്താ കൊടുത്തത്, പ്രോഡക്റ്റ് ലിസ്റ്റ് എന്നുകൊണ്ട് കൊടുത്തു. ഓക്കെ, ഇത്രയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു സംഭവം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, സേവ് ചെയ്തു. ഓക്കെ, ഇതൊന്ന് വീണ്ടും റൺ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം വർക്കാവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പോസ്റ്റ് എടുത്തു, ഒന്നുകൂടി നമ്മൾ സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടിയില്ലേ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സാംസങ് A12 M32 S24 Redmi Note 13 അതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള ഒരു JSON ആയിട്ടുള്ളൊരു ലിസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. JSON ലിസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എന്താണ് സംഭവം, നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും നമുക്കൊരു ഇഷ്ടമുള്ള ഫ്രണ്ട് എൻഡ് സൈഡ് നമുക്ക് യൂസ് ചെയ്തിട്ട്, ഇഷ്ടമുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കത് വെബ്സൈറ്റ് ആയിട്ട് ചെയ്യാം, നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയിട്ട് ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കി ചെയ്യാം. നമുക്ക് ഡാറ്റ കിട്ടിയാൽ മതി അല്ലേ. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫോർമാറ്റിംഗ് ആണ് പിന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ APIs സിംപ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല. നമ്മൾ ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ API നമുക്കിപ്പോൾ വർക്കാവുന്നുണ്ട്. സിംപ്ലി നമുക്ക് കിട്ടി, ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് പറഞ്ഞ സംഭവം വർക്കായി. ഓക്കെ, ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്കുള്ള ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഉള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് വൺ പ്രൊഡക്റ്റ് ബൈ ID. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കണം, ഡെഫ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്കൊരു സ്പെസിഫിക്കലി റൂട്ട് കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും വിളിക്കുന്നുണ്ടാവും അല്ലേ, വിളിക്കപ്പെടേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആ റൂട്ട് എന്താണെന്ന് നമുക്കൊന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു URL കൊടുക്കണം. അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റ് എന്ന് എഴുതണം. ഓക്കെ, പ്രൊഡക്ട്സ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ID പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 അല്ലെങ്കിൽ എന്താണോ പ്രൊഡക്റ്റിൻ്റെ ID അത് പാസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, കറൻറ്റ്ലി A32 എന്ന് പറഞ്ഞിട്ടുള്ള A1 A12 എന്ന് പറഞ്ഞുള്ള സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ കിട്ടാൻ പാടും. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൗട്ട് നമുക്ക് എഴുതണം, /2. അതിനുശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന എന്തായിരിക്കും, ഒരു പ്രോഡക്റ്റ് ID ആയിരിക്കും ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളൊരു ഒരു ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ സിമ്പൽ എഴുതി പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പ്രോഡക്റ്റ് ID ആയിരിക്കും ഇവിടേക്ക് വരുന്നുണ്ടാവും, പ്രോഡക്റ്റ് ID. ഓക്കെ, ഈ പ്രോഡക്റ്റ് ID ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു ഇൻറ്റിജർ മാത്രമേ നമ്മൾ പാസ് ചെയ്യാൻ പാടും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ചെയ്യണം, മെത്തേഡ് എഴുതണം. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഗെറ്റ് ടൈപ്പിലായിരിക്കും പാസ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സംഭവം പാസ് ചെയ്തു. അതിനുശേഷം പ്രിൻ്റ് ചെയ്ത് കൊടുത്തു, സേവ് ചെയ്തു, വീണ്ടും റൺ ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ഇതിനെ സെൻഡ് ചെയ്തു. ഓക്കെ, സെൻഡ് ചെയ്തപ്പോൾ കണ്ടോ, കോൾഡ് ഗെറ്റ് പ്രൊഡക്റ്റ് ബൈ ID എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷനാലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്താൽ മതി എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് ID കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാ സംഭവം ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫോർ പ്രോഡക്റ്റ് ഇഫ് പ്രോഡക്റ്റ് ഡോട്ട് ID ഈക്വൽ ടു പ്രൊഡക്റ്റ് ID നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ID ആണെങ്കിൽ ഓക്കെ സിമ്പിളി അതിന് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക അല്ലേ. അപ്പോൾ റിട്ടേൺ, അപ്പോൾ നമുക്ക് ആ JSON-ലോട്ട് കൺവേർട്ട് ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ നമുക്ക് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം റിട്ടേൺ ചെയ്യണം. സ്പെസിഫിക്കലി ഇതിൻ്റെ ഒരു എറർ കോഡ് കൂടി നമ്മൾ പ്രിൻറ്റ് ചെയ്യണം, 404. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 404 എറർ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ അത്രയും സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഒന്ന് ഇവിടെ റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക. അപ്പോൾ 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ചെയ്തു. കേട്ടോ, സാംസങ് A12 എന്ന് പറഞ്ഞിട്ട് കാരണം സാധനം കറക്റ്റായിട്ട് കിട്ടി. ഇനി ഞാൻ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് കൊടുത്തു വരിക, 1000 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, പ്രോഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് 404 എററാണ് വന്നത്. ഓക്കെ, നമുക്ക് ID കിട്ടിയല്ലോ, എന്താണ് സംഭവിക്കുന്നത് ഏകദേശം ID കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്താണ്, സെർച്ച് പ്രൊഡക്റ്റ് ബൈ ID ഓർ നെയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു റൂട്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആപ്പ് ഡോട്ട്
അപ്പോൾ നമ്മൾ ഈ സെർച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് വർക്കാവുന്നുണ്ടോ നോക്കാം, എങ്ങനെ സംഭവം വർക്കാവുന്നുണ്ടോ നോക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും പോസ്റ്റ്മാൻ എടുത്തു. അതിനുശേഷം പ്രൊഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം സെർച്ച് എന്ന് കൊടുത്തു. സെർച്ച് എന്ന് കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട്. അപ്പോൾ നമുക്ക് കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം വർക്കാവുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സെർച്ചിനുള്ള കീവേഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സെർച്ച് ചെയ്യാനുള്ള കീവേഡ്സ് നമുക്ക് പാസ് ചെയ്യണമല്ലേ. ഓക്കെ, നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള സെർച്ച് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ഉള്ള കീവേഡ്സ് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും കീവേഡ്സോ ആർഗ്യുമെന്റ്സോ എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് API-ലോട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഫ്ലാസ്കിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീവേഡ്സ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ആർഗ്സ്, നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ആർഗ്സ് ഡോട്ട് ഗെറ്റ് കീവേഡ്, കീ ആയിട്ട് എന്ത് കൊടുക്കണം, കീവേഡ് എന്ന് കൊടുക്കണം. ഓക്കെ, നമുക്കത് കീവേഡ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കീവേഡ് ആയിട്ട് എന്ത് വരണം, സിംപ്ലി ഒരു എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് വരണം. ഓക്കെ, അതിനെങ്ങനെ കൊടുത്തു. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം, നമ്മളെ എല്ലാ ആർഗ്യുമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ലോവർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യും. ഓക്കെ, ലോവർ കേസിലോട്ട് വേഴ്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ കീവേഡ്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് കീവേഡ്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ സിംപ്ലി എന്ത് ചെയ്യുക, നമ്മുടെ പോസ്റ്റ്മാനിൽ വരിക. പോസ്റ്റ്മാനിൽ വന്നതിന് ശേഷം സെർച്ച് എന്ന് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ കീ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യണം, കീവേഡ് എന്നാക്കണം. അതിനുശേഷം വാല്യൂ എന്ന് പറയുന്ന സംഭവം നമ്മൾ സാംസങ് എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും, സംഭവം വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ കണ്ടോ, കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം വന്നു, കീവേഡ് പറഞ്ഞ സാധനം സാംസങ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണോ കീവേഡ് പാസ് ചെയ്യുന്നത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കറൻ്റ്ലി ഉള്ള ഈ കീവേഡ് മാച്ച് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് കിട്ടണം. അപ്പോൾ പ്രോഡക്ട്സ് ഈക്വൽ ടു ഓക്കെ. അതിനുശേഷം ഫോർ പ്രോഡക്ട്സ് ചെയ്തതിന് ശേഷം if പ്രോഡക്റ്റ് ലിസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ അങ്ങനെ റിട്ടേൺ ചെയ്യുക. അതല്ലെങ്കിൽ എൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 404 പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്നിട്ട് റിട്ടേൺ ചെയ്യണം. സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സാംസങ് എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. 3 പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സാംസങ് എന്നുള്ള കീവേഡ് ഉള്ളത്. അതിനുശേഷം സാംസങ് എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റെഡ്മി എന്ന് കൊടുത്തു. റെഡ്മി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ്മിയുടെ കിട്ടി. ഓക്കെ, അതിനുശേഷം ഞാനൊരു 100 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടണം. സാംസങ് A12 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സംഭവമൊക്കെ എല്ലാം വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുക, എങ്ങനെയാണ് കാർട്ടിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാർട്ടിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഡാറ്റേനെ റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഒരു മെത്തേഡ് പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം മെത്തേഡ്സ് ഈക്വൽ ടു പോസ്റ്റ്, ഇത് പോസ്റ്റ് മെത്തേഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെർവർ നമുക്ക് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ പോസ്റ്റ് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് മെത്തേഡ് ആൻഡ് കാർട്ട് ബാർ ആഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സംഭവം കിട്ടും. ഓക്കെ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, കോൾഡ് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്ക് ഓൾറെഡി ഫംഗ്ഷൻ കോൾ ആയിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് കാർട്ടിലോട്ട് നമുക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിംപ്ലി ഒരു കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ആപ്പിനകത്ത് സിംപ്ലി ഒരു കാർട്ട് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ സിംപ്ലി കാർട്ട് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഈ കാർട്ടിലോട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ID ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ID ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ID നമുക്ക് എടുക്കണം. നമുക്ക് കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ID എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഡാറ്റ ഉണ്ടാക്കണം. നമ്മൾ എന്തൊക്കെ ഡാറ്റയാണ് നമ്മളിന്ന് പാസ് ചെയ്യുന്നത് അതൊക്കെ കിട്ടണം. ഡാറ്റ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് JSON. ഓക്കെ,
എന്നിട്ട് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ ഡാറ്റയാണോ പാസ് ചെയ്ത് വെച്ചാൽ അതെല്ലാം കിട്ടും. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഐ ഡി നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഗെറ്റ് ഓഫ്. ഓക്കെ, നമ്മളൊരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യണം. അങ്ങനെ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് വെച്ച് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ഐ ഡി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആ ഡിക്ഷണറിയിലത്തെ കീ വാല്യൂ നമ്മൾ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി കിട്ടണം. എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കിട്ടണം. ഡാറ്റ ഡോട്ട് ഗെറ്റ് ഓഫ് QNTY എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്തു. ഈ QNTY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആക്സസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി. ഇത്തിരി സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് ആറ്റ് കണ്ടന്റ് ടൈപ്പ് വാസ് നോട്ട് ഡിഫൈൻഡ്, അതുകൊണ്ടുള്ള ഇഷ്യൂ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് കണ്ടന്റ് ടൈപ്പ് കൊടുക്കണം. അപ്പോൾ കണ്ടന്റ് ടൈപ്പ് ഇപ്പോൾ കീഡ് ഹെഡറിൽ നമ്മൾ കീഡിൻ്റെ കണ്ടന്റ് ടൈപ്പ് കൊടുക്കുക JSON, ആപ്ലിക്കേഷൻ ബാർ JSON എന്നുകൊണ്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം സെൻഡ് ചെയ്യുക വീണ്ടും. ഓക്കെ, അപ്പോൾ ഫെയിൽ ടു ഡിക്കോഡ് JSON ഒബ്ജക്റ്റ് എക്സ്പെക്റ്റിംഗ് വാല്യൂ ലൈൻ ഫ്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മളൊരു വാലിഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിൽ നമുക്ക് JSON നമ്മൾ അയച്ചിട്ടില്ല. അതായത് നമ്മൾ ഡാറ്റ നമ്മൾ പാസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഹെഡറിൽ നമ്മൾ എന്തായാലും കണ്ടന്റ് ടൈപ്പ് നമ്മൾ പാസ് ചെയ്തു, ആപ്ലിക്കേഷൻ ബാർ JSON ആണ്. അതായത് JSON ടൈപ്പിലാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നതും വാങ്ങുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബോഡി നമ്മൾ കൊടുക്കണം. ബോഡി നമ്മൾ കൊടുക്കുന്ന ഒരു റോ എലമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, റോ എലമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളി ഒരു JSON ടൈപ്പിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കീ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഐ ഡി എഴുതുക. അതിനുശേഷം കോളൻ ഇട്ടിട്ട് ശേഷം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഐ ഡി കൊടുക്കുക. ഒരു 100 എന്ന് കൊടുത്തു വരിക, കാരണം നമ്മൾ 100 എലമെൻ്റ് ഉണ്ടല്ലോ. അതിനുശേഷം കോമൻ ഇട്ടതിന് ശേഷം നമ്മൾ ക്വാണ്ടിറ്റി QNTY എഴുതി ക്വാണ്ടിറ്റി 2 എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്തു. അതിനുശേഷം സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രോഡക്റ്റ് ഐ ഡി = 100 ക്വാണ്ടിറ്റി 2 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതെന്താണ് നമ്മളിവിടെ QNTY എന്ന് കൊടുക്കാൻ കാരണം, നമ്മളിവിടെ ഡാറ്റ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് QNTY എന്നാണ്, ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മുടെ അടുത്ത വേരിയബിളാണ്. നമ്മൾ ഡാറ്റ എടുക്കുന്നത് QNT എന്ന് വെച്ചിട്ടുള്ള ഒരു കീ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ QNTY വെച്ചിട്ടുള്ള ഒരു JSON നമ്മൾ പാസ് ചെയ്തത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിവിടെ സാധനം കിട്ടി. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് അപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പ്രോസസ്സ് ചെയ്താൽ മാത്രം മതി ഇനി. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സിമ്പിളി സക്സസ്ഫുള്ളി എഴുതി കാണിച്ചു. അതിനുശേഷം സിമ്പിളി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി നമ്മൾ കറൻ്റിലുള്ള കാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അത് അയച്ചു കൊടുക്കണം. അപ്പോൾ സിമ്പിളി കോമഡ, അതിനുശേഷം കാർട്ട് എഴുതുക. പ്രോഡക്റ്റ് നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം വർക്കാവുന്നത് നോക്കാം. നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് റൺ ചെയ്തു. അതിനുശേഷം നമ്മൾ പോസ്റ്റ്മാനിൽ വന്നിട്ട് വീണ്ടും ഒന്ന് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടോ പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് എറർ വന്ന്, കാരണം എന്താണ്, പ്രൊഡക്റ്റ് ഐ ഡി 100 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി 100 ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടോ? ഓക്കെ, നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും എറർ വരാനുള്ള കാരണം? P of ID. ഓക്കെ, സേവ് ചെയ്തു. അതിനുശേഷം വീണ്ടും സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്തു, കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കാർട്ടിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് ആഡ് ഇട്ടത് കാർട്ട് സക്സസ്ഫുള്ളി. വീണ്ടും ഞാൻ ആഡ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ 2 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതിനുശേഷം ഞാൻ 100 മാറ്റിയിട്ട് 102 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ക്വാണ്ടിറ്റി 2 ആക്കി കൊടുത്തു. വേണ്ടോ, നമുക്ക് കുറേ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ആയി. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർട്ടിലത്തെ ഡാറ്റ പൂട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ലോക്കലി നമ്മൾ ഒരു മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. കാർട്ട് നമ്മളിത് എവരി ടൈം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ട് എംപ്റ്റി ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മളിത് ഡാറ്റാ ബേസിലെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഫ് സംഭവം സെറ്റായി. അപ്പോൾ റിമൂവ് കാർട്ട് വർക്കാവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, റിമൂവ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നോട്ട് ഇൻ ദി കാർട്ട്. ഓക്കെ, നമ്മൾ റീഫ്രഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ ക്വാണ്ടിറ്റി നമ്മുടെ കാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്,
എം ടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആഡ് കൊടുക്കുക. ഓക്കെ, സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തുള്ളൂ. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് 102 നാക്കി, അതിനുശേഷം 2 നാക്കിയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം റിമൂവ് വിളിക്കണം. റിമൂവ് വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇത് മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും, പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് ഇൻ ദ കാർട്ട് എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ഇത് 100 നാക്കി. ഓക്കെ, അപ്പോൾ കാർട്ട് എം ടി ആയി, പ്രൊഡക്റ്റ് റിമൂവ്ഡ് ഫ്രം ദി കാർട്ട് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ വർക്കായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓരോ തവണ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, കാർട്ട് എം ടി ആയി കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യാനും പഠിച്ചു, കാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനും പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫ് ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറൻലിയുള്ള പ്രോഡക്റ്റ് നമുക്ക് എടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ സിംപിളി നമ്മൾ ഓർഡർ കാർട്ട് ഡോട്ട്, അതായത് കാർട്ടിനെ മൊത്തമായിട്ട് നമ്മൾ ഒരു എലമെൻ്റായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനല്ല പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, കാർട്ട് മൊത്തമായിട്ട് ഓർഡർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സിംപിളി കാർട്ടിനെ നമ്മളൊന്ന് കോപ്പി ചെയ്യുക, അതായത് ഇതിലോട്ട് ഓർഡറിലോട്ട് ഒന്ന് കോപ്പി ചെയ്യുക സിംപിളി. ദെൻ ഒരു ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. കാരണം നമ്മൾ കാർട്ട് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ ഓർഡർ എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ഓർഡർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതിനുശേഷം താഴത്ത് നമ്മൾ എന്ത് ചെയ്ത് ആ ഓർഡറിലോട്ട് അതിനെ അപ്പൻഡ് ചെയ്യാം. അപ്പോൾ ഈ സംഭവം വർക്കാവുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ കാർട്ട് ബാർ ഓർഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, വർക്കാവുണ്ടോ നോക്കണം. ഓക്കെ, കണക്ഷൻ റിഫ്യൂസ്ഡ്. ഓക്കെ, നമുക്ക് എറർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, എറർ വന്നിട്ടുണ്ട്. റീഫ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഓർഡർ ചെയ്യണം. അപ്പോൾ കാർട്ട് എം ടി എന്നുള്ള എറർ വന്നിരിക്കുന്നത്. അപ്പോൾ കാർട്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. കാർട്ട് ആഡ് ചെയ്തു. ഓക്കെ, സംഭവം വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് ആഡ് ചെയ്തു, 101 ആഡ് ചെയ്തു. അപ്പോൾ 2 കാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാർട്ട് നമുക്ക് ഓർഡർ എന്ന് പറഞ്ഞ് കൊടുത്തു, സെൻഡ് ചെയ്തു. ഓക്കെ, ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു, ഓർഡറിൻ്റെ കറൻറ്റിലുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. കാർട്ടിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഓർഡറും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഡെഫ് ഗെറ്റ് ഓൾ ഓർഡേഴ്സ്. അവസാനം വർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർഡേഴ്സ് തന്നെ, ജസ്റ്റ് കാർട്ട് ബാർ ഓർഡർ അല്ല, നമുക്ക് ഓർഡർ എന്ന് മാത്രം വിളിച്ചായിരിക്കാം. ഗെറ്റ് അല്ല വേണ്ടത്, പോസ്റ്റ് വേണ്ടത്. പോസ്റ്റ് അല്ല വേണ്ടത്, ഗെറ്റാണ് വേണ്ടത്. ഓക്കെ, റിക്വസ്റ്റ് ഫൗണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡേഴ്സ് നാട്ടുള്ളത്, ഓർഡർ എന്ന് മാത്രമേ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓർഡേഴ്സ് നമുക്ക് ഇവിടെ എം ടി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പോസ്റ്റ് മെത്തേഡാണ്, ഗെറ്റ് മെത്തേഡാക്കി കൊടുത്തു, സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, 3 എലമെൻ്റുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ എ പി ഐയുടെ എല്ലാ എൻഡ് പോയിന്റ്സ് നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു എ പി ഐ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ പി ഐ ഉണ്ടാക്കുന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളി ഒരു URL വെച്ച് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റ കിട്ടും. അന്നേരം ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്താൽ മതി. അതല്ലാതെ ബാക്ക് എൻഡിൽ ഏത് ടെക്നോളജി വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഏത് ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ട. സിമ്പിളി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ URL എടുക്കുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് നമുക്കൊരു URL അവർ തരും. അതായത് നമ്മുടെ ഏതാണോ എ പി ഐ അവർ തരും, അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ എ പി ഐ യൂസ് ചെയ്തിട്ട് ആ എ പി ഐയുടെ URL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡാറ്റ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സിമ്പിൾ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു എ പി ഐസ് ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ ഇതിൽ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തായിരുന്നു, യൂട്യൂബിൻ്റെ എ പി ഐ വെച്ചിട്ടൊരു വീഡിയോ. അതിൽ നമ്മൾ നോക്കിയായിരുന്നു ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അത് യൂട്യൂബിൻ്റെ ഒരു ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. എല്ലാ എ പി ഐസും അങ്ങനെയാണ്. നമ്മൾ
ഒട്ടുമിക്ക ഫ്രീ ആയിട്ടുള്ള APIs ഉണ്ട്, ഫ്രീ അല്ലാത്ത APIs ഉണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അണ്ടറിലുള്ള APIs ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓതറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, APIയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് APIനെ സെക്യൂർ ആക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ സീരീസിൽ നമ്മൾ നോക്കി എന്താണ് APIനെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കണം, അതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം, ഒരു API ആയിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് വിചാരിക്കുക. ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം കിട്ടാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കമൻറ്റിൽ നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.